വെള്ളാപ്പള്ളിക്ക് ഇനി രക്ഷയില്ല. അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 10 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് തലപൊക്കിയതോടെ വെള്ളാപ്പള്ളി ഇരുന്ന് വിയർക്കുകയാണ്. സാധുക്കളായ സ്ത്രീകളെയും പിന്നോക്ക വിഭാഗങ്ങളെയും മറയാക്കി വെള്ളാപ്പള്ളി നടേശനും സംഘവും നടത്തിയ കോടികളുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ നിലവിലെ UDF സർക്കാർ അന്വേഷണം ഊർജിതമാക്കിയതോടെ നിയമപരമായ കുരുക്കുകൾ ഓരോന്നായി മുറുകുകയാണ്. കേസിൽ ഏറെ നിർണായകമായ ആദ്യ കുറ്റപത്രത്തിന് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരിക്കുന്നു എന്നത് വെള്ളാപ്പള്ളിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. 2014 വയനാട് SNDP യൂണിയന് 10 ലക്ഷം രൂപ മൈക്രോ ഫിനാൻസ് വായ്പയായി നൽകിയതുമായി ബന്ധപ്പെട്ട് നടന്ന ഗുരുതരമായ ക്രമക്കേടുകളിലാണ് ഇപ്പോൾ ആദ്യ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം പ്രസിഡന്റ് MN സോമൻ, വയനാട് യൂണിയനിലെ പ്രധാന ഭാരവാഹികൾ, ഇതിന് ഒത്താശ ചെയ്ത പ്രമുഖ സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് ഈ കേസിൽ പ്രതിപട്ടികയിലുള്ളത്. പ്രതികൾക്കെതിരെ അതീവ ഗുരുതരമായ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതിനായി ഇനി സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടതുണ്ട്. ഇതുകൂടാതെ വെള്ളാപ്പള്ളി നടേശനെതിരായ മറ്റ് 2 കേസുകളിൽ കൂടി വിജിലൻസ് അന്വേഷണം പൂർത്തിയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 2016 VS അച്യുതാനന്ദന്റെ പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് അന്വേഷണം തുടങ്ങിയത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതിയിലൂടെ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് SNDP കോടികൾ വായ്പ എടുത്തതിലാണ് അഴിമതി ആരോപണം. സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന എന്നിവയിലൂടെ 15 കോടി രൂപ തട്ടിച്ചെന്നാണ് VS അച്യുതാനന്ദൻ ആരോപിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം മൈക്രോ ഫിനാൻസ് കേസ് പരിഗണിക്കവേ കടുത്ത വിമർശനങ്ങളുമായി ഹൈക്കോടതി നേരിട്ട് രംഗത്തെത്തിയിരുന്നു. കേസിലെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ വീണ്ടും സമയം നീട്ടിച്ചോദിച്ചതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ കടുത്ത അതൃപ്തിക്കും വിമർശനത്തിനും ഇടയാക്കിയത്. കൃത്യമായി 3 ആഴ്ചക്കകം കേസിന്റെ അന്തിമ റിപ്പോർട്ട് കോടതി മുൻപാകെ സമർപ്പിച്ചില്ലെങ്കിൽ നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന സ്പെഷ്യൽ പോലീസ് ഓഫീസർ S ശശിധരനെയാണ് കോടതി ഈ വിഷയത്തിൽ അതീവ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. കോടതി നിർദ്ദേശിച്ച സമയപരിധിക്കുള്ളിൽ നടപടികൾ പൂർത്തിയായില്ലെങ്കിൽ S ശശിധരനെ അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി മറ്റൊരു ഉദ്യോഗസ്ഥനെ കേസ് ഏൽപ്പിക്കുമെന്നും കോടതി ഓർമ്മിപ്പിക്കുകയുണ്ടായി. കോടതിയുടെ കർശനമായ നിലപാടുകളും വിജിലൻസ് നടപടികളും ഒരുമിച്ച് വന്നതോടെ വെള്ളാപ്പള്ളി പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ മുൻപേറെ വിവാദമായ KK മഹേഷിന്റെ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായ പുനരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് VM സുധീരൻ മുഖ്യമന്ത്രി VD സതീശന് നേരിട്ട് കത്ത് നൽകിയതും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. മഹേഷിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള അന്വേഷണത്തിന്റെ കുന്തമനയും ചെന്നു നിൽക്കുന്നത് വെള്ളാപ്പള്ളി നടേശനിലേക്കാണ്. ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും പെട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി. ഇനി അദ്ദേഹത്തിന് നിയമത്തിന്റെ വഴിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാനാകില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.